സ്റ്റാൾ 6 വണ്ടർലാൻഡ് ഓഫ് നമ്പേഴ്സ്, അതായത് നമ്പറുകളുടെ അത്ഭുത ലോകം. ഇവിടെ കണ്ടോ നമുക്കൊരു മാജിക് സ്ക്വയർ തന്നിരിക്കുകയാണ്. എന്താണ് മാജിക് സ്ക്വയറിൻ്റെ പ്രത്യേകത? എന്താണ് മാജിക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദ സംസ് എലോങ് ഈച്ച് റോ കോളം ആൻഡ് ഡയഗണൽ ആർ ഓൾ ദ സെയിം. മാജിക് സ്ക്വയറിലെ സംഖ്യകൾ നമ്പേഴ്സ് വരിയായും അതുപോലെ തന്നെ നിരയായും അതുപോലെ തന്നെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ കോണോട് കോണ് എല്ലാം കൂട്ടിയാലും എന്തായിരിക്കും ഒരേ സമ്മായിരിക്കും കിട്ടുക. അപ്പോൾ അതാണ് മാജിക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ. നമുക്കിവിടെ ഒരു മാജിക് സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആഡ് ദ നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് റോ, അതായത് ആദ്യത്തെ റോയിലുള്ള നമ്പേഴ്സ് എല്ലാം കൂട്ടാൻ പറഞ്ഞിരിക്കുകയാണ്. fill up the other cells so as to get the same sum, അതായത് ബാക്കി എല്ലാ സെല്ലുകളിലും ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് റോയിലെ എല്ലാ നമ്പേഴ്സും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കൂ, 8 + 1 + 6 നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 8 + 1 എന്ന് പറഞ്ഞാൽ 9, 9 + 6 എന്ന് പറഞ്ഞാൽ 15. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ബാക്കി സെൽസും കൂടിയും ഫില്ല് ചെയ്യണം അല്ലേ. തരാത്ത സെല്ലുകളെല്ലാം ഫില്ല് ചെയ്യണം. ടോട്ടൽ എത്രയാണ് കിട്ടുക? 15 ആണ് കിട്ടുക. അപ്പോൾ 3 തന്നിട്ടുണ്ട്, 7 തന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് റോ നമുക്ക് ഫില്ല് ചെയ്യാമല്ലോ. എന്താണ് 7 + 3 എന്ന് പറഞ്ഞാൽ 10 ആണ്. 5 എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ സെല്ലിൽ, ആ ബ്ലാങ്ക് സെല്ലിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് റോയും കിട്ടും. തേർഡ് റോയിൽ 9ഉം 2ഉം തന്നിട്ടുണ്ട്, ഒരു സെല്ല് തന്നിട്ടില്ല. ടോട്ടൽ 15 വരിക. 9ഉം 2ഉം ആഡ് ചെയ്താൽ എത്രയാണ്? 11 ആണല്ലേ. ബാക്കി 15 ആവാൻ 4 വേണം. അപ്പോൾ 4 എന്ന് ആ ബ്ലാങ്ക് സെല്ലിൽ എഴുതുക. ക്ലിയർ ആയോ? ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആഡ് ദ 3 നമ്പേഴ്സ് ഇൻ ഈച്ച് കോളം, ആൾസോ ദ 3 നമ്പേഴ്സ് ഫ്രോം കോർണർ ടു കോർണർ. വാട്ട് ഈസ് ദ സ്പെഷ്യൽ അബൌട്ട് ദ സംസ്? അതായത് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് റോ വെച്ച് നമ്മൾ നോക്കിയില്ലേ. ഇനി എല്ലാ കോളംസിലും ഉള്ള നമ്പേഴ്സൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ 8ഉം 3ഉം പിന്നെ എത്രയാണ്? 4ഉം ഉണ്ട് അല്ലേ. അതൊന്ന് ആഡ് ചെയ്ത് നോക്കൂ, എത്രയാണ് കിട്ടുക നോക്കൂ. നമുക്ക് കിട്ടുക എത്രയാണ്? 15 അല്ലേ. അതുപോലെ തന്നെ സെക്കൻഡ് കോളം നോക്കുക, എത്രയാ? 15 തന്നെ കിട്ടുക. തേർഡ് കോളം നോക്കുക. അതുപോലെ തന്നെ എല്ലാ 3 നമ്പേഴ്സും കോർണർ ടു കോർണറിലുള്ള എല്ലാ 3 നമ്പേഴ്സും ഒന്ന് ആഡ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര കിട്ടുക നോക്കി നോക്കൂ. 8, 5, 2. 8ഉം 5ഉം 2ഉം ആഡ് ചെയ്താൽ എത്രയാണ് വരിക? 15 അല്ലേ. അതുപോലെ തന്നെ 6ഉം 5ഉം 4ഉം ആഡ് ചെയ്താലും എത്രയാണ് വരിക? 15 തന്നെ അല്ലേ വരിക. ഓക്കെ, അപ്പോൾ ഇന്ന് ചോദിച്ചിരിക്കുകയാണ് വാട്ട് ഈസ് ദ സ്പെഷ്യൽ അബൌട്ട് ദ സം. അപ്പോൾ എന്താണ്? ദ സംസ് എലോങ് ഈച്ച് റോ കോളം ആൻഡ് ഡയഗണൽ ആർ ഓൾ ദ സെയിം എന്ന് എഴുതിയാൽ മതി അല്ലേ. വിച്ച് ഈസ് 15. ടോട്ടൽ എത്രയാണ്? 15 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. കംപ്ലീറ്റ് ദ മാജിക് സ്ക്വയർ യൂസിങ് നമ്പേഴ്സ് ഫ്രം 23 to 31. 23 മുതൽ 31 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് മാജിക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ലാസ്റ്റ് റോയിലെ എല്ലാ സെല്ലും നമുക്ക് സെല്ലിലുള്ള നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ടോട്ടൽ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടെത്താൻ എളുപ്പമല്ലേ. ബാക്കി കോളം വൈസ് ആയാലും അതുപോലെ തന്നെ ഡയഗണൽ വൈസ് ആയും ബാക്കി റോസും നമുക്ക് ഫില്ല് ചെയ്യാം. എന്താണ് ടോട്ടൽ? ഒരു റോയിലെ ഒരു വരിയിലെ ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ വരിയിലെയും അതുപോലെ തന്നെ കോളം വൈസ് ആയാലും ഡയഗണൽ വൈസ് ആയാലും നമ്പേഴ്സിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും നമുക്കറിയാം അല്ലേ. അപ്പോൾ 26 + 31 + 24 ആഡ് ചെയ്ത് നോക്കൂ, എത്രയാണ് വരിക? ഫസ്റ്റ് 26ഉം 31ഉം കൂടി ആഡ് ചെയ്യുക. 20 + 30 50 അല്ലേ. 6 + 1 എത്രയാ? 57 അല്ലേ വരിക. 6 + 1 7 ആണ്. അപ്പോൾ 57 ആണ് ആൻസർ വരിക. ഇനി എന്ത് ചെയ്യണം? 57ൻ്റെ കൂടെ നമ്മൾ 24 ആഡ് ചെയ്യണം. 57ൻ്റെ കൂടെ 24 ആഡ് ചെയ്താൽ 50 + 20 എത്രയാ? 70 അല്ലേ. 7 + 4 എത്രയാണ്? 11 ആണല്ലേ. അപ്പോൾ 70 + 11 നമുക്കറിയാമല്ലോ 81 അല്ലേ. അപ്പോൾ 81 ആണ് ടോട്ടൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് റോയിലെ നമ്പേഴ്സ് എല്ലാം കൂട്ടിയപ്പോൾ നമുക്ക് 81 കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് കോളം ഫില്ല് ചെയ്യാൻ എന്താ കാര്യം? അവിടെ 2 നമ്പേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നമ്പറല്ലേ പിന്നെ കണ്ടെത്തേണ്ടുള്ളൂ അല്ലേ. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞ് നോക്കൂ നിങ്ങൾ. ഫസ്റ്റ് റോയിൽ ആകെ 23 എന്നുള്ള നമ്പർ മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി 2 നമ്പേഴ്സ് കണ്ടെത്തണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 നമ്പേഴ്സ് തന്നിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കുക. 2 നമ്പേഴ്സ് ഫസ്റ്റ് കോളമിലുണ്ട് അല്ലേ. അപ്പോൾ 26ഉം 25ഉം ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 26 + 25 20 + 20 40, 6 + 5 11. അപ്പോൾ എത്രയാണ്? 51 എന്ന് കിട്ടും അല്ലേ. ഇനി എന്ത് ചെയ്യണം? 51ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 81 കിട്ടുക? 51 + എത്രയാണ്? 30 ആഡ് ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ 30 എന്ന് ഫസ്റ്റ് കോളത്തിലെ ആദ്യത്തെ സെല്ലിൽ എഴുതുക.
ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളം ഫില്ലായി. ഇനി നമുക്ക് ഫസ്റ്റ് റോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതെങ്ങനെയാണ്? 30 ഉണ്ട്, 23 ഉണ്ട് അല്ലേ? 2 നമ്പേഴ്സും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് വരിക? 30 + 23 എത്ര വരും? 53 എന്ന് വരും. നമുക്കറിയാം ഫസ്റ്റ് റോയിൽ നമുക്ക് 3 നമ്പേഴ്സാണ് ഉള്ളത് അല്ലേ? ആ 3 നമ്പേഴ്സും ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 81 കിട്ടുമെന്നറിയാലോ. അപ്പോൾ 81ൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? 53 എന്ന് കുറയ്ക്കണം. അപ്പോൾ എത്രയാണ് വരിക? 81 53 കുറച്ചാൽ നിങ്ങൾ കുറച്ച് നോക്കണം കേട്ടോ. അപ്പോൾ 28 എന്ന് ആൻസർ കിട്ടും. സെക്കൻഡ് കോളം ഫില്ല് ചെയ്യാം. അവിടെ 23 ഉണ്ട്, 31 ഉണ്ട് അല്ലേ? 2 നമ്പേഴ്സ് ഉണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 31ഉം 23ഉം എത്രയാണ് വരിക? 54 വരും. അപ്പോൾ 81ൽ നിന്ന് 54 കുറച്ചാൽ ബാക്കി എത്രയാണ് വരിക? 27 വരും അല്ലേ? അപ്പോൾ 27 എന്ന് എഴുതിക്കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് കോളം ഫില്ലായി. ഇനി സെക്കൻഡ് റോ ഫില്ല് ചെയ്യാലോ. അവിടെ 25 ഉണ്ട്, 27 ഇപ്പോൾ കിട്ടിയത് അല്ലേ? അപ്പോൾ 25ഉം 27ഉം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് വരിക? 52 കിട്ടും. ബാക്കി എത്രയാണ്? 81ൽ നിന്ന് 52 കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ 29 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ എല്ലാ റോസും കോളംസും എല്ലാം ഫില്ലായി. വിച്ച് ഡു യു ഫൈൻഡ് ഈസിയർ? അതായത് ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായി തോന്നിയതെന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കണ്ടോ അഡീഷൻ കാണിച്ചിരിക്കുന്ന 3 നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ഏതാണ് എളുപ്പമായി തോന്നിയത് എന്നാണ് കേട്ടോ. 26ഉം 31ഉം കൂടി നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്തിട്ട് ആ ടോട്ടലിൽ നിന്ന് 24 ആഡ് ചെയ്യേണ്ടതാണോ എളുപ്പം, അതോ 26 + 31 + 24 ഒറ്റയടിക്ക് ആഡ് ചെയ്യേണ്ടതാണോ എളുപ്പം എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ഈസിയർ ആയിട്ട് തോന്നിയത് എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. 26 + 31 ഇതൊക്കെ അഡീഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന തന്നെ ഉള്ളൂ. നമ്മളിപ്പോൾ ചെയ്ത് തന്നെയാണ്. അത് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളത് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നോക്കൂ. ടെൽ യുവർ ഫ്രണ്ട് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സം ഓഫ് ഈച്ച് പെയർ. അതായത് ചോട്ടിൽ കണ്ടോ നമുക്ക് പെയർ ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? അത് ആഡ് ചെയ്യുമ്പോൾ ഏതാണ് ഏറ്റവും വലിയ സംഖ്യ എന്ന് നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 56 + 75 ഉണ്ട്, 64 + 58 ഉണ്ട്, 65 + 57 ഉണ്ട്, 46 + 85 ഉണ്ട്. ഫസ്റ്റ് എല്ലാം ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് നോക്കുക കേട്ടോ. ടോട്ടൽ ചെയ്ത് കിട്ടുന്ന ഉത്തരം സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമല്ലോ, നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക, കണ്ടുപിടിക്കുമല്ലോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.